ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അധികമാരും പ്രതീക്ഷിക്കാത്ത വേഗതയിലാണ് റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വളരുന്നത്. കേവലം നയതന്ത്ര ബന്ധങ്ങൾക്കപ്പുറം അമേരിക്കയെ പോലൊരു വൻ ശക്തിയുടെ സൈനിക രഹസ്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്ന തലത്തിലേക്ക് ഈ സൗഹൃദം മാറിയിരിക്കുന്നു എന്ന വാർത്തകൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. റഷ്യയുടെ അത്യാധുനിക ഉപഗ്രഹങ്ങൾ വഴി ലഭിക്കുന്ന അമേരിക്കൻ സൈനിക നീക്കങ്ങൾ ഇറാനിലേക്ക് ഒഴുകുന്നുവെന്ന വെളിപ്പെടുത്തൽ ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ റഷ്യയുടെ നിഴൽ സാന്നിധ്യമുണ്ടെന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ പുറത്തുവന്നത് പ്രമുഖ അമേരിക്കൻ മാധ്യമമായ ദി വാഷിംഗ്ടൺ പോസ്റ്റ് വഴിയാണ്. റഷ്യ തങ്ങളുടെ കൈവശമുള്ള നിർണായക രഹസ്യ വിവരങ്ങൾ ഇറാനുമായി പങ്കിടുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും ഗൗരവകരമായ കാര്യം. ഗൾഫ് മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനികരുടെ ചലനങ്ങൾ, അവരുടെ വിന്യാസം, പ്രതിരോധം, കവചങ്ങളുടെ സ്ഥാനം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ മോസ്കോയിൽ നിന്ന് ടെഹ്റാനിലേക്ക് തത്സമയം കൈമാറപ്പെടുന്നു. ഈ രഹസ്യ സഹകരണം മൂലം അമേരിക്കയുടെ സകല പ്രതിരോധ സംവിധാനങ്ങളും ഇപ്പോൾ വലിയ സുരക്ഷാ ഭീഷണി നേരിടുകയാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ ഓരോ നീക്കവും ഇറാന്റെ നിരീക്ഷണ വലയത്തിലാണെന്ന തിരിച്ചറിവ് പെന്റഗണിനെ പോലും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നു. ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയിൽ ഉപഗ്രഹ നിരീക്ഷണത്തിലുള്ള പങ്ക് വളരെ വലുതാണ്. ഈ മേഖലയിൽ ഇറാന് പരിമിതികളുണ്ട്. കേവലം 13 ഉപഗ്രഹങ്ങൾ മാത്രമാണ് ഇറാന് സ്വന്തമായുള്ളത്. ഇവയിൽ ഭൂരിഭാഗവും IRGC നിയന്ത്രണത്തിലാണുള്ളത്. വിപുലമായ നിരീക്ഷണത്തിന് ഈ എണ്ണം ഒട്ടും പര്യാപ്തമല്ല. ഇവിടെയാണ് റഷ്യയുടെ പ്രസക്തി. ഏകദേശം 110-ലധികം അത്യാധുനിക സൈനിക ഉപഗ്രഹങ്ങളാണ് റഷ്യക്ക് ഭ്രമണപഥത്തിലുള്ളത്. ഈ ഉപഗ്രഹങ്ങൾ വഴി ലഭിക്കുന്ന ഹൈ റെസല്യൂഷൻ ചിത്രങ്ങളും വിവരങ്ങളും റഷ്യ ഇറാനുമായി പങ്കുവയ്ക്കുന്നു. ഇതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ ഇവയാണ്: ഇറാന്റെ സ്വന്തം ക്യാമറകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത അമേരിക്കയുടെ താൽക്കാലിക താവളങ്ങൾ, രഹസ്യ ക്യാമ്പുകൾ എന്നിവ റഷ്യൻ ഉപഗ്രഹങ്ങൾ തിരിച്ചറിയുന്നു. റഷ്യ നൽകുന്ന ഡേറ്റ ഉപയോഗിച്ച് ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നു. മുൻപ് പലപ്പോഴും ലക്ഷ്യം തെറ്റിയിരുന്ന മിസൈലുകൾ ഇപ്പോൾ അമേരിക്കൻ കേന്ദ്രങ്ങളെ നേരിട്ട് പ്രഹരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡിന്റെ നീക്കങ്ങൾ പോലും റഷ്യൻ സഹായത്തോടെ ഇറാൻ നിരീക്ഷിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള കപ്പലുകൾ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് കൃത്യമായി അറിയാൻ ഇത് ഇറാനെ സഹായിക്കുന്നു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെ ഉണ്ടായ അപ്രതീക്ഷിത ആക്രമണത്തിൽ 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടത് ഇത്തരമൊരു കൃത്യമായ വിവരം ലഭിച്ചതിന്റെ ഫലമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് റഷ്യ പെട്ടെന്ന് ഇറാന്റെ വലിയ സഹായിയായി മാറിയതെന്നത് ആഗോള രാഷ്ട്രീയത്തിലെ പ്രതികാരത്തിന്റെ കഥയാണ്. യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക പരസ്യമായി യുക്രൈനെ സഹായിക്കുന്നുണ്ട്. യുക്രൈൻ ആയുധങ്ങൾ നൽകിയതിനൊപ്പം തന്നെ റഷ്യൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച ഉപഗ്രഹ വിവരങ്ങൾ അമേരിക്ക യുക്രൈന് കൈമാറുന്നുമുണ്ട്. ഇത് റഷ്യക്ക് യുദ്ധമുഖത്ത് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കി. അമേരിക്കയുടെ ഈ നീക്കത്തിന് മറുപടിയായാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാനെ കൂട്ടുപിടിക്കുന്നത്. നിങ്ങൾ എന്റെ ശത്രുക്കളെ സഹായിച്ചാൽ ഞാൻ നിങ്ങളുടെ ശത്രുക്കളെ സഹായിക്കുമെന്ന നയമാണ് പുടിൻ സ്വീകരിച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ അമേരിക്ക കുടുക്കുന്നതിലൂടെ യുക്രൈൻ വിഷയത്തിൽ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താമെന്ന് റഷ്യ കരുതുന്നു. ഈ സംഘർഷത്തിൽ റഷ്യ മാത്രമല്ല, ചൈനയുടെ സാന്നിധ്യവും നിഴലിക്കുന്നുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യ പുനർനിർമ്മിക്കുന്നതിന് കൂടുതൽ കരുത്തുറ്റതാക്കുന്നതിനും ചൈന നേരത്തെ തന്നെ സാങ്കേതികമായ സഹായം നൽകിയിരുന്നു. നിലവിലെ യുദ്ധത്തിൽ ചൈന നേരിട്ട് ആയുധങ്ങൾ നൽകുന്നില്ലെങ്കിലും ഇറാന്റെ സൈനിക അടിത്തറ കെട്ടിപ്പടുക്കുന്നതിൽ അവർക്ക് വലിയ പങ്കുണ്ട്. യുദ്ധം കൂടുതൽ വ്യാപിച്ചാൽ റഷ്യയും ചൈനയും ഇറാനൊപ്പം പരസ്യമായി നിലയുറപ്പിക്കാനുള്ള സാധ്യത പശ്ചിമേഷ്യയിൽ ഒരു മഹായുദ്ധത്തിന്റെ ഭീതി ഉണ്ടാക്കുന്നു. തങ്ങളുടെ സൈനികർക്ക് നേരെയുള്ള ഭീഷണി വർദ്ധിച്ചതോടെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ശക്തമായ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാന്റെ സ്പേസ് ഇൻഫ്രാസ്ട്രക്ചറുകളെ ലക്ഷ്യമിട്ട് അമേരിക്ക അടുത്തിടെ സൈനിക നടപടികൾ നടത്തിയിരുന്നു. ഇറാന്റെ ഉപഗ്രഹ സിഗ്നലുകളെ തടസ്സപ്പെടുത്താനും അവരുടെ നിരീക്ഷണശേഷി കുറയ്ക്കാനുമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. മേഖലയുടെ കമാൻഡറായ ബ്രാഡ് കോപ്പർ വ്യക്തമാക്കുന്നത് ഇറാന്റെ ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങളെ നേരിടാൻ അമേരിക്ക സജ്ജമാണെന്നാണ്. ഉപഗ്രഹ സിഗ്നലുകൾ ജാം ചെയ്യാനും വ്യാജ സിഗ്നലുകൾ നൽകി ശത്രുവിനെ വഴിതെറ്റിക്കാനും ഇറാന് പ്രത്യേക കഴിവുണ്ട്. റഷ്യയുടെ സാങ്കേതിക വിദ്യ കൂടി ലഭിച്ചതോടെ ഈ വിദ്യകൾ കൂടുതൽ സങ്കീർണമായിരിക്കും. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഒരു പുതിയ ശീതയുദ്ധത്തിന്റെ സൂചനകളാണ് നൽകുന്നത്. ഒരു വശത്ത് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും നിൽക്കുമ്പോൾ മറുവശത്ത് റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നിവരടങ്ങുന്ന ഒരു പുതിയ സഖ്യം രൂപപ്പെടുന്നു. റഷ്യ നൽകുന്ന ഊർജ്ജം ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളുടെ നീക്കം. ഒരു കാലത്ത് കടലിലെ രാജാക്കന്മാരായിരുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് ഇപ്പോൾ ഇറാന്റെ മിസൈൽ പരിധിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. റഷ്യൻ നിരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലേക്ക് കപ്പലുകളെ മാറ്റേണ്ടി വരുന്നത് അമേരിക്കയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക കൂട്ടുകെട്ട് കേവലം താൽക്കാലികമായ ഒന്നല്ല. അത് ലോകക്രമത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ മുന്നോടിയാണ്. അമേരിക്കയുടെ സൈനിക രഹസ്യങ്ങൾ ചോരുന്നത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ പോലും സുരക്ഷയെ ചോദ്യം ചെയ്യുന്നു. ഗൾഫ് മേഖലയിലെ സമാധാനം ഇപ്പോൾ റഷ്യയുടെയും ഇറാന്റെയും നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇറാന്റെ ഡ്രോൺ മിസൈൽ ശേഷിയും റഷ്യയുടെ ഉപഗ്രഹ നിരീക്ഷണവും ചേരുമ്പോൾ അത് ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു യുദ്ധതന്ത്രമായി മാറുകയാണ്. വരും ദിവസങ്ങളിൽ അമേരിക്ക ഈ ഭീഷണി എങ്ങനെ നേരിടുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെയും ലോകത്തിന്റെയും സമാധാനം. റഷ്യയുടെ നീക്കം യുക്രൈൻ യുദ്ധത്തിന്റെ ഗതി മാറ്റുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു.